പി ചെക്കുട്ടി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു കാര്യങ്ങൾ വിലയിരുത്താൻ. ശൈലി മാറ്റം വേണം എന്നൊക്കെ ആലോചനകൾ ഉണ്ടാകുന്നു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരാണ് കാരണക്കാരൻ എന്നതിലേക്ക് കൂടി ആ ചർച്ച പോയി എന്ന് കരുതുന്നില്ല. ഇന്നത്തെ പത്രവാർത്തകൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആരും വിമർശനം ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ്. അതിലപ്പുറം അപ്രതീക്ഷിത വിധി എന്നാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും വിലയിരുത്തൽ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, എല്ലാവർക്കും അറിയാം. അത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ആളുകൾക്കും അറിയാം, സംസ്ഥാന സെക്രട്ടറിക്കും അറിയാം, പാർട്ടിയുടെ ടോപ്പ് ടു ബോട്ടം ഉള്ള ആളുകൾക്കും അറിയാം. ഇത്തവണ ഉണ്ടായിരിക്കുന്ന കനത്ത പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് പറയാനുള്ള ശേഷി, അതിനുള്ള ഒരു ധൈര്യം പാർട്ടി കമ്മിറ്റിയിൽ ആരും പ്രകടിപ്പിക്കാത്തത് സ്വാഭാവികമാണ്. കാരണം ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥ അതാണ്. അപ്പം അതുകൊണ്ട് വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വസ്തുതകളെ നേരിടാനും വസ്തുതകളെ സത്യസന്ധമായിട്ട് അഡ്രസ്സ് ചെയ്യാനും പാർട്ടി തയ്യാറില്ല. അപ്പം അതിന് ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ അദ്ദേഹത്തിൻ്റെ ഈ കൂരിലോസ് തിരുവനിയോടുള്ള റിയാക്ഷൻ. രണ്ട് കാരണം കൊണ്ട് ആ റിയാക്ഷൻ വളരെ പ്രത്യേകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഈ പെർഫോമൻസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു സമ്മേളനത്തിലാണ് സംസാരിക്കുന്നത്. പെർഫോമൻസ് റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രസംഗം നടക്കുന്നത്. അപ്പം അതിനകത്ത് അദ്ദേഹം അന്ന് രാവിലെ വായിച്ച പത്രത്തിലെ ഒരു വാർത്തയോട് റിയാക്ട് ചെയ്യാണ്. ഒരാവശ്യമില്ലാത്തൊരു വിഷയമാണ്. പത്രക്കാരാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാൻ നേരെ മറിച്ച് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രസംഗത്തിൽ ഈ വിഷയം എടുത്തിട്ടുകയും വളരെ എന്താ പറയുക വ്യക്തിഗതമായി ആക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുമ്പോഴും വളരെ ബോധപൂർവം ഒരു പ്രത്യേക സമുദായ നേതാവിനെ അപമാനിക്കുക എന്നൊരു തോന്നലുണ്ടാവും. കാരണം മറ്റു സമുദായത്തിൻ്റെ ആളുകൾ, പത്രങ്ങൾ, പത്രപ്രവർത്തകർ ഒക്കെ തന്നെ ഈ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സമസ്തയുടെ പത്രത്തിൽ ഇതേക്കാൾ ഷാർപ്പായിട്ടുള്ളതാണ്. അന്നും ആ പത്രം അദ്ദേഹം വായിച്ചിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹം റിയാക്ട് ചെയ്തില്ല. വേറെ പലരും, വെള്ളാപ്പള്ളി നടേശൻ ശക്തമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് കേട്ടതായി ഭാവിച്ചില്ല. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് ഈ തരത്തിൽ ഇദ്ദേഹത്തെ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പത്രങ്ങളിൽ പലതും വന്നിട്ടുണ്ട്. അപ്പം അത് യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ പ്രയാസമുണ്ടാവും. തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് നിൽക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ വിമർശനാത്മകമായി നിലപാടുകൾ ഉന്നയിക്കുന്ന ആളുകൾ, അവരോടുള്ള ഒരു അസഹിഷ്ണുത അദ്ദേഹം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം, ഇടതുപക്ഷത്ത് നിന്ന് ജനങ്ങൾ, പാർട്ടിയിലെ അനുയായികൾ BJPയുടെ ഭാഗത്തേക്ക് വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എല്ലാ ജില്ലകളിലും ഇത് വളരെ വളരെ വ്യക്തമായി. തൃശ്ശൂർ ഒരു പക്ഷേ വേറെ തരത്തിലൊരു പ്രവണത ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും CPM അവഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് CPMൽ നിന്ന് BJPയിലേക്ക് വോട്ട് പോകണ അവസ്ഥ. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഇന്നുള്ള സർക്കാർ BJPയുമായിട്ട് ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടൽ അവർ തയ്യാറില്ല. കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റുമുട്ടൽ തയ്യാറില്ല. BJP വിരുദ്ധമായിട്ടൊരു നിലപാട് എടുക്കുന്ന പരിപാടി അവർ നിർത്തിയിരിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് അവർ ആൻസർ പറയുന്നത് എന്തുകൊണ്ട്? വൈ ആർ യു നോട്ട് ആസ് പാർട്ട് ഓഫ് ദ ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെൻറ്റ്? അപ്പോൾ ആ ഒരു സംഗതിയെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവാതെ, ആ ഒരു സംഗതിയോട് വസ്തുനിഷ്ഠമായിട്ട് പ്രതികരിക്കാൻ തയ്യാറാവാതെ, ഈ തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ നേരെ നെഞ്ഞത്ത് കയറുന്നത് വഴി അദ്ദേഹം ചെയ്യുന്നത് വസ്തുതകളോട്, ഈ റിയാലിറ്റിയോട് അദ്ദേഹം മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ, വസ്തുതകളെ കുറിച്ച് സംസാരിക്കാതെ ഒരു പാർട്ടിക്ക്, ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇരുട്ടിൽ അഭയം തേടുകയാണ്. ഈ ആഴത്തിൽ തിരുത്തുമെന്ന് പറയുന്നത് പിന്നെ എന്താണ് പി ചെക്കുട്ടി? അല്ല, അത് അവരോടാ ചോദിക്കേണ്ടത്. ഏത് ആഴത്തിലാണ് തിരുത്തുന്നത്? ഇങ്ങനെ വഴിയെ പോണവൻ്റെയൊക്കെ നെഞ്ചത്ത് കയറിയിട്ടുള്ള ഒരു തിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ആഴത്തിൽ തിരുത്തലാകുക? അപ്പോൾ തിരുത്തൽ വേണമെങ്കിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ വേണം. അങ്ങനെ ആണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്ന പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു അദ്ദേഹമൊക്കെ ഈ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്ന ആളുകളാണ്. കേരളത്തിലെ പല സാമുദായിക വിഭാഗങ്ങൾ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പല സാമൂഹിക പ്രവർത്തകർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പല ചിന്തകർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അഭിപ്രായങ്ങളെയൊക്കെ തന്നെ സത്യസന്ധമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അതിനകത്തുള്ള വസ്തുതകൾ
വിഷയങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനും അവർ തയ്യാറാവണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പും അതിനുള്ളൊരു സന്നദ്ധത അവർ കാണിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയാലും ശരി, മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു പൊതുസമൂഹമായിട്ട് ചർച്ച ചെയ്യണ്ടേ? ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? അങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു ഒരു വിഷയത്തെക്കുറിച്ച് പാർട്ടിയുടെ നിലപാട് എന്താണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യണം. ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വെച്ചാൽ പൊതുയോഗം വിളിച്ചു ചേർത്താൽ ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. അതിനാണ് പത്രസമ്മേളനത്തിലേക്ക് ആളോട് സംസാരിക്കാൻ തയ്യാറില്ല, പത്രക്കാർ ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറില്ല. നമ്മൾ എന്താ കാണേണ്ടത്? അവർക്ക് ഒരു തരത്തിലുള്ള ചർച്ചയില്ല. ഈ വിഷയത്തെക്കുറിച്ച് തൽക്കാലം വേറെ വല്ല വിഷയം വരും, അതിനെ പറഞ്ഞൊരു വല്ല പ്രളയം വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചർച്ച മാറിക്കൊള്ളും എന്നുള്ള ധാരണ അവർക്കുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെയൊന്നും വിഷയത്തിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയില്ല. ഇപ്പം സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം വളരെ ഗുരുതരമായ മാറ്റം തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.